നടൻ ബാലയും മുൻ ഭാര്യ എലിസബത്തും ആരോപണ പ്രത്യാരോപണവുമായി പോവുകയാണ്. കഴിഞ്ഞ ദിവസം എലിസബത്തിനെതിരെ ബാലയുടെ ഇപ്പോഴത്തെ ഭാര്യ കോകില രംഗത്ത് വന്നിരുന്നു. ഇതിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ എലിസബത്ത്. ഫേസ്ബുക്ക് വീഡിയോയിലൂടെയാണ് എലിസബത്ത് കോകിലയുടെ ആരോപണത്തിന് മറുപടി നൽകിയത്. എലിസബത്ത് ബാലയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് മറ്റൊരു വിവാഹം ചെയ്തിരുന്നുവെന്നും ഇത് രഹസ്യ വിവാഹമായിരുന്നുവെന്നും കോകില ആരോപിച്ചു. ഇതിനു മറുപടിയുമായി എലിസബത്തും രംഗത്തെത്തി. നേരത്തെ വിവാഹം കഴിച്ചിരുന്നു എന്ന് പറഞ്ഞത് സത്യമാണ്. മാട്രിമോണിയൽ സൈറ്റ് വഴി പരിചയപ്പെട്ട ഒരു ഡോക്ടറിനെയാണ് വിവാഹം കഴിച്ചത്. എന്നാൽ ആ ബന്ധം 3 ആഴ്ച മാത്രമേ നിലനിന്നിരുന്നുള്ളൂ. വിവാഹമോചനത്തിന് ബാല തന്നെയാണ് സഹായിച്ചതെന്നും എലിസബത്ത് പറഞ്ഞു. മറ്റൊരു നടൻ കൂടി കൂടെ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്നു. എന്നാൽ അയാൾ എന്നെ ചതിച്ചു. അയാളെക്കുറിച്ചും വീഡിയോകളിൽ പറയുമെന്നും എലിസബത്ത് കൂട്ടിച്ചേർത്തു. 2019 മെയ്യിലായിരുന്നു എൻ്റെ കല്യാണം നടന്നത്. 3 ആഴ്ചയാണ് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചത്. വിവാഹമോചനം കുറച്ച് വൈകിപ്പോയി. മാട്രിമോണിയൽ സൈറ്റ് വഴി പരിചയപ്പെട്ട ഡോക്ടറെയാണ് വിവാഹം കഴിച്ചത്. വിവാഹമോചനത്തിന് സഹായിച്ചത് ഈ നടനാണ്. ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തെളിവുകൾ തരാം. 4ഓ 5ഓ വിവാഹം കഴിഞ്ഞിട്ടുള്ള ഒരാൾ മുമ്പ് 1 കഴിഞ്ഞ് അതും അയാളോട് പറഞ്ഞിട്ടാണ് ഈ കല്യാണത്തിലേക്ക് വന്നത്. അന്ന് വിവാഹമോചനത്തിൽ പോലും കൂടെ നിന്ന ആളായിരുന്നു അദ്ദേഹം. അയാൾ തന്നെ ഇപ്പോൾ ഭീഷണിപ്പെടുത്തുന്നു. ഇതിനു മുൻപ് എനിക്കൊരു ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടായിരുന്നു. അതിലായിരുന്നു ഞാൻ ട്രോളൊക്കെ ഇട്ടിരുന്നത്. വിവാഹമോചനം കഴിഞ്ഞ ശേഷമാണ് ട്രോളുകളിലേക്ക് തിരിഞ്ഞത്. റിലേഷൻ സ്റ്റാറ്റസിൽ ഡിവോഴ്സി എന്നായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ആ പ്രൊഫൈലിൽ നിന്നാണ് ഇയാളെ പ്രൊപ്പോസ് ചെയ്യുന്നത്. ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല. മുമ്പത്തെ വിവാഹത്തെക്കുറിച്ച് ആരോടും പറയരുത്, അതെനിക്ക് നാണക്കേടാണെന്ന് വിവാഹശേഷം ഈ മനുഷ്യൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അന്നത്തെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ 5000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. പുള്ളിയുടെ കൂടെ താമസിക്കാൻ തുടങ്ങിയ സമയത്ത് അതിനെ എന്ത് പേര് വിളിക്കണമെന്നറിയില്ല. താമസിക്കാൻ തുടങ്ങിയ സമയത്ത് ആ പ്രൊഫൈൽ അയാൾ ഡിലീറ്റ് ചെയ്തു. അതിലാണ് ഞങ്ങൾ പ്രൊപ്പോസ് ചെയ്തതൊക്കെ. അന്നുണ്ടായിരുന്ന എൻ്റെ ഫോൺ അദ്ദേഹം എറിഞ്ഞു പൊട്ടിച്ചു. സിം നാശമാക്കി. ആ നമ്പർ ഇപ്പോൾ വേറെ ആളുടെ കയ്യിലാണ്. ആദ്യത്തേത് മ്യൂച്വൽ ഡിവോഴ്സ് ആയിരുന്നു. 15 വർഷമായിട്ട് എന്ത് മരുന്നാണ് ഞാൻ കഴിക്കുന്നത്? സെപ്റ്റംബർ 8-ന് എനിക്ക് 31 വയസ്സാകും. 15 വർഷമായി മരുന്ന് കഴിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എന്ത് മരുന്നാണ് ഞാൻ കഴിക്കുന്നതെന്ന് തെളിവ് തന്നാൽ നന്നായിരുന്നു. 15 വർഷം പുറകിലേക്ക് പോയാൽ എനിക്ക് 15 വയസ്സേ ഉണ്ടാകൂ. അപ്പോൾ മുതൽ എന്ത് മരുന്നാണ് കഴിക്കുക? അടുത്താണ് ഞാൻ ഡിപ്രഷൻ്റെ മരുന്നുകൾ കഴിക്കുന്നത്. അല്ലാതെ പനി വരുമ്പോഴൊക്കെ മരുന്ന് കഴിച്ചിട്ടുണ്ടാകും. 8-9 ക്ലാസ് പരീക്ഷാ റാങ്കിങ്ങിൽ ആദ്യത്തെ 5 പേരിൽ ഞാൻ ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ ഫുൾ A+ ആയിരുന്നു. ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിക്കുമായിരുന്നു. കേരളത്തിന് വേണ്ടിയും കളിച്ചിട്ടുണ്ട്. സ്കൂളിലോ കോളേജിലോ എന്നെപ്പറ്റി യാതൊരു പരാതിയുമില്ല. ഇനി വരുമോ എന്നെനിക്കറിയില്ല. ഇനി കള്ളക്കേസൊന്നും വരില്ലെന്ന് വിചാരിക്കുന്നു. 10, +1, +2 പരീക്ഷാ ചോദ്യപേപ്പർ ചോർത്തി പരീക്ഷ എഴുതി പാസ്സായി എന്നൊക്കെ ഭയങ്കര അഹങ്കാരത്തിൽ വിളിച്ചു പറയുന്ന ആളുകളെ എനിക്കറിയാം. അവർക്കൊന്നും ഈ പരീക്ഷ എഴുതി ജയിച്ചതിൻ്റെ വില മനസ്സിലാകില്ല. ഈ പറഞ്ഞ നടൻ തന്നെയാണ് എന്നോട് പറഞ്ഞത് പരീക്ഷയുടെ സമയത്ത് പുള്ളിയുടെ അച്ഛൻ ചോദ്യപേപ്പർ ചോർത്തി നൽകിയിട്ടുണ്ടെന്ന്. അങ്ങനെയുള്ള ആളുകൾക്ക് ശരിയായ രീതിയിൽ പരീക്ഷ എഴുതി പാസ്സായതിൻ്റെ കാര്യം മനസ്സിലാകില്ല. ഇയാളുടെ സർജറി കഴിഞ്ഞ് 3ാമത്തെ ദിവസത്തിൽ ഞാൻ സത്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ കൂടെയുള്ള നടൻ ആളെക്കുറിച്ച് വേറെ പറഞ്ഞു. അയാൾ കൂടെ നിന്ന് പറ്റിക്കുകയായിരുന്നുവെന്ന് പുതിയ കല്യാണ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി. അവൻ കള്ളുകുടി തുടങ്ങിയല്ലേ. എനിക്ക് വെറുത്തു പോകും എലിസബത്തെ. നമ്മൾ 5 പേരൊക്കെ എത്ര കഷ്ടപ്പെട്ട് നിന്നിട്ടാണ് അവൻ്റെ കാര്യങ്ങൾ നോക്കിയത്. അവസാനം ഡിസ്ചാർജായി 3ാം ദിവസത്തിൽ അവൻ കള്ളുകുടി തുടങ്ങി. ഇനി ഞാൻ അവനെ കാണില്ലെന്ന് പറഞ്ഞ ആൾ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്നതാണ് കണ്ടത്. വീട്ടുകാരും നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നു.